ക്രിസ്തു ബൈബിളിൽ തോമസിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ച ഭാഗ്യവാന്മാരെന്ന്. ആ കാണാതെ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടത് ആരാണ്? നാം ഓരോരുത്തരുമാണ്. മറ്റൊരു നിർവചനമുണ്ട്, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതായത് കാറ്റിനെ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. സ്നേഹത്തെ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. എന്നാൽ അത് ഇല്ല എന്ന് പറയാൻ കഴിയുമോ? അത് ഒരിക്കലും പറ്റത്തില്ല. കാരണം അത് ഉണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ അനേകം വാതകങ്ങളുണ്ട്. ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള അനേകം വാതകങ്ങളുണ്ട്. ഇതിൽ ജീവൻ നൽകുന്നതാണ് എന്ത്? ഓക്സിജൻ. അത് നാം മനസ്സിലാക്കുക. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് ഉണ്ട് എന്നാ, കാണാൻ കഴിയുന്നതല്ല. അത് എങ്ങനെയാണ്? അനുഭവിച്ചറിയേണ്ടതാണ്. യേശുക്രിസ്തു തോമസിനോട് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. അപ്പോൾ വിശ്വാസമില്ലേ? വിശ്വാസമുണ്ട്. പ്രത്യേക ഭാരത സംസ്കാരത്തിൽ ദൈവത്തെ അന്വേഷിച്ചവരാണ് ഭാരത സംസ്കാരം. അനേകം മഹർഷിമാരും അനേക ഗുരുക്കന്മാരും ഭാരതത്തിൽ നിന്ന് ജനിച്ചിട്ടുണ്ട്. അവരെല്ലാം ദൈവത്തെ അന്വേഷിക്കാൻ ശ്രമിച്ചവരാണ്, ദൈവ വിശ്വാസത്തിൽ നിലനിൽക്കാൻ ശ്രമിച്ചവരാണ്. അപ്പോൾ ഫെയ്ത്ത് ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മിലെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ കാണാതെ വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ. താങ്ക് യു.